വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. അയ്യോ അമ്മ, നമ്മൾ ഊഞ്ഞാലിട്ടില്ലല്ലോ, നമുക്ക് ഊഞ്ഞാലിടാം. ഇത്തവണ നിങ്ങൾ വന്നിട്ടുള്ള ആദ്യ ഓണമല്ലേ, അതുകൊണ്ട് പൂക്കളമൊക്കെ ഇച്ചിരി ഗംഭീരാവട്ടെ. ഇന്ന് അമ്മ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. ഇന്നത്തോടുകൂടി ഞാൻ കുക്കിംഗ് പഠിച്ചിരിക്കും. ഷോ എന്റെ കുഞ്ഞെ, ഇങ്ങനെ ഈ അകത്തൂന്നല്ല ആദ്യം ചേരേണ്ടത്, അതേ ഈ അരികത്തൂന്ന് ചേരേണ്ടത്. ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും അറിയത്തില്ല. നീ ചെന്ന് ഓണത്തിനുള്ള ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വാ കുഞ്ഞെ. ഇതാണ് ഞാൻ പണിയെടുക്കാത്തത്. എന്തെങ്കിലും പണിയെടുക്കാൻ പോയുള്ള പണി എന്റെ മേലേക്ക് വരും. അമ്മേ, നല്ലത് ഓണായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചെയ്യണേ. ഈ വീഡിയോ സ്പീഡ് കൂടണം, തൊട്ട സൈഡത്തെ വീഡിയോ സ്പീഡ് കുറയണം, മറ്റേ വീഡിയോ ആണ് ഇപ്പുറത്ത് കൂടെ വരണം. ആകെ മൊത്തം ബഹളമാണല്ലോ. ഗോവിന്ദോയ്, ആ ഹാപ്പി ഓണം. അല്ല, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. മെസ്സേജുകളൊക്കെ കണ്ടുണ്ട്. എന്താണ് നീ ഓണമായിട്ട് നിന്റെ മുഖത്തൊരു വിമ്മിഷ്ടം? ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജില് ഒരു കോണ്ടസ്റ്റ് കണ്ടേ. അതായത് ഒരു റീല് നമ്മള് സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്ത അയക്കുകയാണെങ്കിലേ നമുക്ക് നല്ലൊരു സമ്മാനം കിട്ടും. പക്ഷെ ഇതെന്ത് പണിയാണ് ഇത്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുന്നു തോന്നുന്നില്ല വെനിച്ച. എന്താ ഇപ്പൊ പ്രശ്നം? ഈ റീല് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതേ ഈ വീഡിയോ ഇങ്ങനെ വെക്കുമ്പോൾ സ്പീഡ് കൂടണം, ഇപ്പുറത്തെ വീഡിയോ ഇത്ര സെക്കൻഡേ ഉള്ളൂ, പക്ഷെ അതിന്റെ സ്പീഡ് വേറെ വന്നിട്ട് മൂന്നാമത്തെ വീഡിയോ വരുമ്പോഴത്തേക്കും. ഓഹോ, അപ്പൊ എഡിറ്റിംഗ് ആണ് പ്രശ്നം. അതന്നെയല്ലേ ഞാൻ പറഞ്ഞ, എഡിറ്റിംഗ് ആണ് പ്രശ്നം. എഡിറ്റിങ്ങിനെ പറ്റിയ ആളെന്റെ ഉണ്ട്, വേറെ ആളെ കൊണ്ട് എഡിറ്റ് ചെയ്ത് തന്നാ പോരെ? പുറത്തു പറയായിരുന്നാ മതി. ഇല്ല, സംഭവം നിനക്ക് സെറ്റാക്കി തന്നാ പോരെ? പിന്നെ അങ്ങനൊക്കെ പറ്റിയ ആൾ എന്റെ ഉണ്ട്. ആരാ? മറ്റേ മിലനില്ലേ, മിലൻ, അന്ന് കാട് അവനിക്കാരത്തിൽ പുലിയാ. ആണോ? ആ പിന്നെ ചെയ്യല്ലോ അല്ലേ? ചെയ്യണ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? പിന്നെ ബെന്നിച്ചനുള്ളോണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ ഹലോ ബെന്നിച്ച, ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഓണമായിട്ട്? അപ്പൊ ഞാൻ വിളിച്ചത് എനിക്കൊരു ഹെൽപ്പ് വേണമല്ലോ. ബെന്നിച്ച പറ ഞാൻ ചെയ്യാതിരിക്കുവോ? എടാ, നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. വീഡിയോ? എടാ, റീൽസ് ഇല്ലേ, റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയേ. തിരക്കാണ്, ഓണമൊക്കെ അല്ലേ ബെന്നിച്ച. അപ്പൊ നിനക്ക് ചെയ്തു തരാൻ പറ്റില്ലേ? ബെന്നിച്ച പറഞ്ഞാ പിന്നെ ചെയ്യാതിരിക്കുവോ? അപ്പൊ ഞാൻ വീഡിയോ അങ്ങ് അയച്ചു തരാം. എന്നാ എന്റെ മെയിൽ ഐ ഡി ഞാൻ വാട്സാപ്പ് ചെയ്യാം. ആയിക്കോട്ടെ, വാട്സാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സോൾവ് ആയോ? പിന്നെ അതൊക്കെ എപ്പ സോൾവ് ആക്കിയെന്ന് വെച്ചാൽ ഇനി ഒരു കാര്യം കൂടെ ചെയ്തു തരണം എനിക്ക്. ഇനി എന്ത് കാര്യം മൊത്തം വേണ്ടേ? ഒറ്റ ഫോൺ മതി. എന്ത് കാര്യം? ഇതിന് ഫോണൊന്നും വേണം, ഇതിന് ബെന്നിച്ച മാത്രം മതി. ആണോ? ആ കയർ അവിടെ ഉണ്ട്, എടുത്തൊരു ഊഞ്ഞാല് കെട്ടി തരണേ. അവിടെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലോ. എല്ലാം ബെന്നിച്ച, ഈ കെട്ട അറിയാത്തോണ്ടല്ലേ. ഏത് മരത്തിൽ കെട്ടും? എനിക്കോണ മാവ കെട്ടണ്ട, നമുക്ക് ഈ വട്ടയെ തന്നെ കെട്ടാം. ഇതിനല്ല കുറച്ചും കൂടെ ബലമുള്ള വലുതായിട്ട് വട്ട കെട്ടുന്നതാണ് നിങ്ങക്ക് ബെസ്റ്റ്. എന്താ? അല്ല, നിങ്ങക്കൊക്കെ വട്ടായത് കണ്ട് ഈ വട്ടയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഏറ്റവും തന്നാണ്ടല്ലോ. പൊക്കമാണ് പണി പോലും ചെയ്യാറില്ലാത്ത റിയാനായോ? ഇല്ല, പറയാം. ഞാനത് കേറട്ടെ. അല്ല ബെന്നിച്ച, നമുക്ക് കണ്ടിട്ട് അത് ആ മരാണ് കുറച്ചും കൂടെ വീതിയൊക്കെ. ഈടാ, ആ മരത്തിൽ എങ്ങനെ കേറാനാ? അതിന് ഭയങ്കര വണ്ണാ, കേറാൻ പറ്റൂല. എന്നാ നീ വന്ന് കേറി. ഞാനിതാ കേറി കെട്ടി തരാം. ചൂടാവണം ബെന്നിച്ച. അല്ല, ഫോണ് എടുക്ക്. ആരാ? മിലനാ. എടാ, അതാ എഡിറ്ററാ. നീ എടുക്ക്, കോൾ എടുക്ക്, നീ പറ. ഹലോ, മിലൻ ബ്രോ പറ. ആണോ, അയച്ചിട്ടുണ്ടോ? ഓഹോ, ശരി. എന്റെ മെയിലിൽ തന്നെയാണോ അയച്ചേ? ഓക്കെ ബ്രോ, താങ്ക് യു. ശരി. ഈശ്വരാ, ഒന്നാം സമ്മാനം കിട്ടിയേക്കണേ. എന്തായി? സാധനം അയച്ചു തന്നിട്ടുണ്ടോ? നിന്നെ ഞാൻ എന്തും പറഞ്ഞ് അങ്ങോട്ട് വിട്ടത്? ഇവനെ വിളിച്ചോണ്ട് വരാനല്ലേ. അപ്പൊ ഇവനൊരു എഡിറ്ററെ ആരും പറഞ്ഞിട്ട് വീഡിയോ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതാ വൈകിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഈ ഊഞ്ഞാൽ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടി ഞാനിങ്ങനെ. അവിടെ ഒരുപാട് പണിയുണ്ട്, ഇവനെ വിളിച്ചോണ്ട് വേഗം വരാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നേരെ എത്ര ഇങ്ങോട്ട് പോന്നിട്ട് ഈ ഊഞ്ഞാലും കൂടെ ഒന്ന് ഈ കുഴിക്കകത്തോട്ടാണോ ഊഞ്ഞാല് കെട്ടി ആടാൻ പോകുന്നത്? അപ്പൊ നല്ല ഉയരം കിട്ടും. നല്ല ഉയരം കിട്ടും. വീഴുമ്പോ നല്ല ആയത്തിൽ പോയി വീഴുകയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കെട്ടാം. അവിടെ കെട്ടിയാലും അത് തന്നെ കണക്കാ. വേറെ വല്ലട ഊഞ്ഞാല് കെട്ടാൻ നോക്ക്. അല്ലെ തന്നെ ഊഞ്ഞാലിപ്പൊ കെട്ടണമെന്നില്ല. വന്നേ, അകത്ത് കുറെ പരിപാടിയുണ്ട്. വന്നേടാ.
നല്ലത് ഓണായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇല്ലാത്തൊരു ഇങ്ങനെ ചിരങ്ങിയനെ. സാരില്ല, നാളെ തൊട്ട് കളത്തിലേക്ക് ഇറങ്ങാം. തളയ്ക്ക് ഞാൻ ചിരവിയാലേ പറ്റത്തുള്ളൂ. ഹായ്, അമ്മ വന്നോ? എന്തോ ഞാൻ ഒരുപാട് ദൂരെ അല്ലല്ലോ പോയത്. അല്ല, ദേ നമുക്ക് ഞാൻ ഇത്രയും ചിരകി കണ്ട. ഹായ് തേങ്ങ. തേങ്ങ കണ്ടിട്ടില്ലായിരിക്കും. കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു. മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചിരവിയതാ. ഞാൻ കുറച്ചെടുത്തോട്ടെ. എന്താ ചെയ്യണേ? അമ്മ അമ്മ എന്റെ തേങ്ങ വെക്കടാ അവിടെ. കണ്ടോ, ഞാൻ ചെറിയ തേങ്ങ മൊത്തം നിലത്ത് പോയി. കളഞ്ഞല്ലോ രണ്ടും കൂടെ. അല്ല ഇതിനകത്ത് കുറച്ച് എന്ത് അപ്പൊ എന്താ അവിടെ ഇരുന്നോ? മര്യാദക്ക് ചേട്ടുമല്ലായിരുന്നാടാ? ഞാൻ രണ്ടും കൂടെ വന്ന് കയറി അത് മുഴുവനും നാകട്ട കഞ്ഞിയാക്കി ഇട്ടു. അല്ല അമ്മ തേങ്ങ കൊതിയോ നീ? അയ്യോ, ഭയങ്കര കൊതിയായിപ്പോയി. ദേ തേങ്ങ അവിടെ കിടപ്പുണ്ട്, പാര താഴെയുണ്ട്. ആ തേങ്ങ എടുത്തോണ്ട് പാരയുടെ എടുക്ക ചെന്ന് പൊതിച്ച് പൊട്ടിച്ച് വെള്ളവും കളഞ്ഞ് മര്യാദക്ക് കൊണ്ടുവന്ന് രണ്ടും കൂടെ ചിരണ്ടി വെച്ചോളണം. അയ്യോ ചിരണ്ടണം. ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. ഇപ്പൊ ഈ പെണ്ണിനെ അറിഞ്ഞിട്ടാണോ ഇപ്പൊ ഇത്ര ചിരണ്ടി വെച്ചത്? അങ്ങനെ ചിരണ്ടി പഠിക്കുന്നത്. പഠിക്ക്, ചെയ്യ്. അഹങ്കാരം പിടിച്ചത്. വേണമെങ്കിൽ ഒരു പിടി എടുത്തങ്ങ് തിന്നാ പോരാ. വഴക്ക് ബഹളവും. ചെല്ലടാ, നീ കൂടി ചെല്ലടാ. എന്നെ നോക്കിക്കേ. ഈ കേര നിരകളാട്ടും ഒരു ഹരിത എടാ പാമ്പ് പാമ്പ്. വെറുതെ ഓരോന്ന് പറഞ്ഞ ആളെ പേടിപ്പിക്കല്ലേ. അയ്യോ ചേട്ടാ പാര അവിടെ ഇരിക്കുന്നു. അല്ല വെന്നിച്ച ആ ഇതേ പിടി. ഞാനാ? അല്ലാണ്ട് പിന്നെ ഞാനാ? അല്ല ആരാ അവിടുന്ന് തേങ്ങ എടുത്ത് വെച്ച്? ഞാനാ? നീ എടുത്ത് കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു വെച്ചിട്ട്. എന്നാ നീ ഇതൊന്ന് പിടിച്ചേ. ഞാൻ എന്തിനാ പിടിക്കണേ? എടാ ഈ മുണ്ടെന്ന് എടുത്ത് കുത്താനാടാ. ആ ആ അല്ല ഞാൻ പൊറിച്ചു. അല്ല പൊറിച്ച് തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഈ മുണ്ടെന്ന് കുത്തട്ടെ. എനിക്കറിയില്ലത് ചെയ്യാനൊന്നും. എടാ ഒന്നും അറിയാനില്ല. അങ്ങ് കുത്തുക, എന്നിട്ട് ജസ്റ്റ് അങ്ങ് പൊക്കുക. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ പരിപാടി. കൊത്ത്. ബെന്നിച്ചൻ ഇറങ്ങി ചെയ്തു. ഞാൻ ഈ മുണ്ട് എപ്പോഴും അഴിഞ്ഞു പോണോണ്ടല്ലേ. എനിക്ക് എന്റെ മുണ്ട് അഴിഞ്ഞിരിക്കല്ലേ? അഴിച്ചിട്ടേക്കുമല്ല. എന്നാ നീ ഒരു കാര്യം, ആ മുണ്ടങ്ങ് എടുത്തു. ഇനി ബെന്നിച്ചൻ മതിച്ചോ? ഇനി ബെന്നിച്ചൻ മതിച്ചോ? ഞാൻ പഠിപ്പിച്ചു തരാം. ദേവസേന അല്ല ഗോവിന്ദസേന. വിരൽ 5 തേങ്ങ മേലെ എടുത്തുയർത്തുക, കാലെടുത്ത് വെക്കുക, ഒറ്റ കുത്ത്. ഒറ്റ പൊക്കിയിട്ട് ശരിയായില്ല. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. കാണിച്ചു തരാം. എല്ലാവർക്കും ക്ഷീണായില്ലേ? എനിക്കാണ് ഉറക്കം വന്നിട്ടും വയ്യ. പായസം കൂടുതൽ കുടിച്ചതിന്റെ. ഞാനേ ആ പായസത്തിന്റെ ടേസ്റ്റ് കാരണം കൊറേ കുടിച്ച്. അതെ ഇടക്കായിട്ടായിരുന്നു. പായസം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം വരും. എനിക്ക് എവിടെയെങ്കിലും കിടന്നിട്ടായിരുന്നു. ഹലോ, ഗോവിന്ദൻ ബ്രോ അല്ലേ? ആ ഇൻസ്റ്റാഗ്രാം റീൽ അയച്ചിരുന്നില്ലേ? അയച്ചായിരുന്നല്ലോ. അത് നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഒന്നാം പ്രൈസ് ബ്രോയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. ബ്രോയുടെ റീലിനാണ് അടിച്ചത്. ആണോ? ഉറപ്പാണോ? അതെ ബ്രോ, അതെ അതെ തീർച്ചയായും. ആയിക്കോട്ടെ. ശരി ശരി ബ്രോ. ഓ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കോ? ബ്രോ ഞങ്ങൾ വിളിക്കാം. ബ്രോനെ ഷുവറായിട്ട് വിളിക്കാം. ഓക്കെ ശരി. ഹാപ്പി വേണം ബ്രോ. താങ്ക് യു. ഓക്കെ ശരി. അടിച്ചു വെല്ലിച്ചാ. എടാ നമ്മള് നേരത്തെ മറ്റേ റീൽ ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നോ? മറ്റേ മില്ലിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട്. അമ്മേ അത് നമ്മുടെ ഈ പൂക്കളത്തിന്റെ ഒരു ഓൺലൈൻ കോൺടെസ്റ്റ് ആയിരുന്നു. അതിന് 1ാം സമ്മാനം അടിച്ച്. അതാണ് ഇപ്പൊ വിളിച്ചത് അവര്. നമ്മുടെ ഈ പൂക്കളത്തിന് പിന്നെ അതവര് വലിയ സർപ്രൈസ് എന്നാ പറഞ്ഞത്. നമുക്ക് മിക്കവാറും കണ്ടെയ്നർ വിളിക്കേണ്ടി വരും. എനിക്ക് വയ്യ. ഇപ്പഴാ ശരിക്കും ഓണം ഹാപ്പി ആയതല്ലേ? ഹാപ്പി ഓണം എന്നൊരു വടംവലി ആയാലാ. അതൊന്നും മോളെ ഞങ്ങൾ ഞാനും ബാഹുബലി അങ്ങോട്ടേക്ക് ഓണം വന്നേ
ഓണം വന്നേ ഓണപ്പാട്ടിൻ ഈണം കേട്ടേ. വേണ്ട വേണ്ട നിൽക്കുമ്പോഴാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇല്ല ഇല്ല പോ, പോ, പോ. എടാ പോടാ. ഒന്നായണി ചേരാൻ മലയാളമൊരുങ്ങി. ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിന്റെ സന്തോഷ പിണക്കങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.